മുരളി ഗോപി രചന നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം തമിഴ് ബൈലിംഗ്വൽ സിനിമയായിട്ടുള്ള അനന്തൻ കാടിന്റെ അവസാന ഭാഗങ്ങളിൽ വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഒരു കഥാപാത്രം തനിക്കെതിരെ നിൽക്കുന്ന സിസ്റ്റത്തിന് നേരെ ധൈര്യത്തോടെ നിൽക്കുകയും ചില ഡയലോഗുകൾ പറയുകയും ചെയ്യുന്ന ഒരു രംഗമാണത്. മെയിൻ സ്ട്രീം സിനിമയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാറ്റിക് എനർജി ഉള്ള ഒരു സീനാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ സീൻ. പക്ഷെ അവിടം വരെ സിനിമയെ എത്തിക്കാൻ മുരളി ഗോപി വളരെ ജനറിക് ആയിട്ടുള്ള ഇമാജിനേഷനുകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സർപ്രൈസുകളൊന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. സ്ഥിരം പ്രതികാര കഥയെ നെടുനീളൻ ഡയലോഗുകളും മറ്റും ഉപയോഗിച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന അനന്തൻകാട് ഹൈ മൊമെന്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റാഞ്ഞ ഒരു ത്രില്ലറാണ്. ഈ പടത്തിന് അനന്തൻകാട് എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആശയത്തിന് ഇതിലും മികച്ച ഒരു കഥയുടെ പിൻബലം വേണമായിരുന്നു. 90കളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത്. തങ്കരാജും അയാളുടെ സംഘവും ചില്ലറ ക്രിമിനൽ പരിപാടികളൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് ഒരു ഗാനമേള ട്രൂപ്പൊക്കെ നടത്തി സമാധാനപരമായിട്ട് ജീവിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകെ മണി എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരന് കുറച്ചു നാളത്തേക്ക് അവർ അഭയം കൊടുക്കുന്നു. മണിയുടെ വരവിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം GN കൃഷ്ണകുമാറും മുരളി ഗോപിയും ഒന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് അനന്തൻകാട്. ടിയാനിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും തന്റെ ഫിലോസഫികൾ തിരക്കഥയിൽ മുരളി ഗോപി ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മുതലായ സിനിമകളൊക്കെ രചിക്കുന്ന സമയത്ത് ഈ ഫിലോസഫികളുടെ കൂടെ തിരക്കഥയുടെ സ്ട്രക്ചറിലും മുരളി ഗോപി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം എഴുതുന്ന പല തിരക്കഥകളിലും മിസ്സിംഗ് ആയിട്ടുള്ളത് ഈ ഒരു സ്ട്രക്ചറൽ പരീക്ഷണങ്ങളാണ്. വളരെ ലീനിയർ ആയിട്ട് മുന്നോട്ട് പോകുന്ന അനന്തൻകാട് പ്രേക്ഷകർക്ക് പുതുമയുള്ളതൊന്നും കാര്യമായിട്ട് ഓഫർ ചെയ്യുന്നില്ല. ഈ പടത്തിൽ ഒരു ഘട്ടത്തിൽ ആര്യയെ വീണ്ടും കാണിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഒരു ബിൽഡപ്പാണ് പടം വീണ്ടും കൊടുക്കുന്നത്. പടം കാണാൻ കയറിയിട്ടുള്ള ആർക്കും എളുപ്പത്തിൽ ഇത് ആര്യയാണ് എന്ന് ഊഹിക്കാൻ പറ്റും. എന്നിട്ടും അവർ അതിന് കൊടുക്കുന്ന ബിൽഡപ്പ് ഒരർത്ഥത്തിൽ ജഡ്ജ്മെന്റ് പോയത് തുറന്നു കാണിക്കുന്നതിന് സമാനമാണ്. വില്ലൻ കഥാപാത്രം സ്വീകരിക്കുന്ന ചില കോൺസ്പിറസി പരിപാടികളാണ് ഈ ഒരു കഥയ്ക്ക് ലേശമെങ്കിലും ജീവൻ കൊടുക്കുന്നത്. അത് പക്ഷേ ആ പ്ലാനിന്റെ ഇരകളോട് നമുക്ക് സഹാനുഭൂതി തോന്നാൻ മാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ കുശാഗ്രബുദ്ധി ഉള്ളതോ ആയിട്ടുള്ള ഒന്നുമല്ല. സീനുകളുടെ സ്റ്റേജിംഗ് ഒന്നും തന്നെ പുതുമയുള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ പുതുമ എന്ന് എടുത്തു പറയാൻ കാരണം ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ള റിവെഞ്ച് തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് സിനിമ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ അതിന്റെ പ്രസന്റേഷനിൽ എന്തെങ്കിലും വ്യത്യസ്തമായത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുരളി ഗോപി ഈ അടുത്തായിട്ട് തിരക്കഥയുടെ സ്ട്രക്ചറിൽ പരീക്ഷണങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. അങ്ങനെ തിരക്കഥ രചിക്കുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹം എഴുതുന്ന തിരക്കഥകൾ അദ്ദേഹത്തിന്റെ വൊക്കാബുലറിയും വായിച്ചു നേടിയ അറിവുകളും നാട്ടുകാരെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറുന്നു എന്നതാണ്. നാടൻ ശൈലിയിലാണെങ്കിലും ഈ സിനിമയിലെ കഥാപാത്രങ്ങളും പ്രാസം ഒപ്പിച്ച് ഡയലോഗ് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. 90കളിൽ സംഭവിക്കുന്ന ഒരു കഥ പറയുന്ന ഈ സിനിമയുടെ ഡയലോഗ് ഡെലിവറി സ്റ്റൈലും പലപ്പോഴും 90കളിലേക്ക് പോകുന്നുണ്ട്. കാലഘട്ടം പുനഃസൃഷ്ടിക്കുന്നതിൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ, പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിൽ വരുന്ന റെയിൽവേ സ്റ്റേഷൻ പരിപാടികളൊക്കെ സാമാന്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ നായകൻ ആര്യ ആണ് എന്ന രീതിയിലായിരിക്കും അണിയറ പ്രവർത്തകർ പറയുന്നുണ്ടാവുക. എന്നാൽ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ ആര്യയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. ഒരുപക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പുള്ളി ഇതിന്റെ ഫുള്ള് ഡബ്ബിംഗ് തീർത്തിട്ടുണ്ടാകും. ഈ പടത്തിൽ പുള്ളിയുടെ ഒരു കരാട്ടെ ഫൈറ്റ് കണ്ടപ്പോൾ തോന്നിയത് ആര്യയുടെ പടം എന്ന് വിചാരിച്ച് കയറിയവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നിരാശ കുറയ്ക്കാൻ വേണ്ടി കുത്തിക്കയറ്റിയ ഒരു ഫൈറ്റാണ് അത് എന്നാണ്. തങ്കരാജ് എന്ന സാമാന്യം ദൈർഘ്യമുള്ള കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ കഥാപാത്രത്തെ പുള്ളി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാത്ത തരം കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ പുള്ളി എപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട്. ഈ സിനിമയിലും സമാനമായിട്ടുള്ള ഒരു ഞെട്ടിക്കൽ പെർഫോമൻസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ആളുകൾ തിയേറ്ററിൽ കൈയടിച്ചിട്ടുള്ള 1-2 സീനുകൾ പൂർണ്ണമായും ഷോൾഡർ ചെയ്യുന്നത് ഇന്ദ്രൻസാണ്. KK മേനോൻ എന്ന മുഖ്യമന്ത്രി കഥാപാത്രത്തെ വിജയരാഘവൻ ഭംഗിയായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേവ് മോഹൻ, അപ്പാനി ശരത് മുതലായവർ അവരവർക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 90കളിലെ സിനിമകളിൽ കാണാറുള്ള എല്ലാം സഹിക്കുന്ന സ്ത്രീ കഥാപാത്രത്തെയാണ് ശാന്തി ബാലചന്ദ്രന് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ഡെപ്ത് ഒക്കെ കൊടുക്കാൻ പുള്ളിക്കാരിക്ക് സാധിക്കുന്നുണ്ട്. തെലുങ്ക് നടൻ സുനിലാണ് പോലീസ് മേധാവിയുടെ റോളിൽ വന്നിട്ടുള്ളത്. പുള്ളിയുടെ സ്ഥിരം ആനിമേറ്റഡ് സ്റ്റൈലിലാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. നിഖില വിമൽ അടക്കം പല ഭാഷകളിൽ നിന്നും പല നടീനടന്മാരും വെറും 1-2 സീനുള്ള കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പടത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇതിലെ ഒരു കഥാപാത്രത്തിൽ നിന്നും ഈ അനന്തൻകാട് എന്ന പേരിന്റെ പുറകിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു നറേഷൻ നമ്മൾ കേൾക്കുന്നുണ്ട്. മെറ്റഫോറുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ സത്യം പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ഏറ്റവും ഷോർട്ടായിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് പിച്ച് ചെയ്യാനുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഈ അടുത്ത കാലത്തുമൊക്കെ എഴുതിയിട്ടുള്ള ഒരാൾ ഇതുപോലെ ഒരു പിച്ച് പറഞ്ഞാൽ ആർക്കും നല്ലൊരു പ്രതീക്ഷ ആ പടത്തിലുണ്ടാകും. പക്ഷെ തിരക്കഥാ രചന കൊണ്ട് അത്തരം സിനിമകളുടെ ഒരു ക്രാഫ്റ്റ് സ്പേസിലേക്ക് പോകാൻ അനന്തൻകാട് എന്ന ഈ സിനിമ മെനക്കെടുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്